അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മളിതാ ഒരു കുക്കമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുക്കമ്പറും ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിതാ ഉപ്പ് പൊടി കുരുമുളക് പൊടിയൊക്കെ വിതറിയിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. കൂടുതൽ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി തുടങ്ങിക്കോളേ. അംഗം തുടങ്ങിക്കോ. ഒരു കഷ്ണം ഞാനും വയ്ക്കട്ടോ. ക്യാരറ്റ് മാത്രം ആക്കിക്കോളാം. ഒന്നുണ്ടാ വേറെ ചുമച്ച് കഴിക്കരാ. ഇഷ്ടണ്ടാ? രസണ്ടാ? അപ്പോൾ രാവിലേക്കുള്ള വെള്ളപ്പത്തിനുള്ള കൂട്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഈസ്റ്റ് ഉള്ളൂ. ഈസ്റ്റ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ, ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചോറും തേങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ ഒന്ന് ഇങ്ങനെ വടിച്ചിട്ടതാട്ടോ, അതിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ലെവലായിട്ട് നിൽക്കാനുള്ള വെള്ളമായിട്ട് ഒഴിക്കണ്ടോ. കുറച്ചും കൂടി ഒഴിക്കാം. വേണ്ട, അവിടെ നിന്നോളൂ. ഇത്ര വെള്ളം മതി കേട്ടോ. അതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ബാക്കി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രം വെച്ചിട്ട് തന്നെ അത് അടച്ചു വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി രാവിലെ എടുത്തിട്ട് അരയ്ക്കാം. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം കുതിർന്ന് പാകമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളം കൂട്ടാം, കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു ട്രിപ്പ് ഞാൻ അരച്ചു, 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. ഇനി ഇത് അരച്ച് വെച്ചിട്ട് വേണം നമുക്ക് കുട്ടികളെ തന്നെ മദ്രസയിൽ കൊണ്ടാക്കണം. എനിക്ക് ലാബിലേക്ക് ഒന്ന് പോകണം, രക്തം ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവരെ തന്നെ മദ്രസയിൽ ഇറക്കിയിട്ട് വേണം, ചുട്ടതിന് ഇഷമോളേനെ മദ്രസയിൽ ഇറക്കിയിട്ട് ഞാനും കുഞ്ഞും കൂടിയിട്ട് തന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ 5 മാസം ആയി, ഒരു 9-ാം തീയതി 10-ാം തീയതി വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് 5 മാസമായി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ക്ഷീണവും വയ്യായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയതാണ്. വയ്യാണ്ട് വരുമ്പോൾ മാത്രമാണ് ഓടിപ്പോവുള്ളൂ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എല്ലാ മാസവും ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്രാവശ്യം കുറേ ഇറച്ചിക്കുള്ളപ്പോൾ പോയതാണ്, പിന്നെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ വയ്യ തോന്നി. 2-3 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും ആകെ കൂടിയിട്ട് ഒരു അസ്വസ്ഥത ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ല, തൈറോയിഡിൻ്റെ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാ. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താ കേട്ടോ. ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ് വന്നതാ വെള്ളപ്പം ചുട്ടു തുടങ്ങി. ഇവിടെ വെള്ളപ്പമൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളപ്പമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനുണ്ടാക്കിയത് മുട്ട റോസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുമുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് കാരണം ഞാൻ എടുത്തില്ല കേട്ടോ. വെള്ളപ്പം പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ കാണിച്ച കാരണം നിങ്ങൾക്ക് വെള്ളപ്പം ഉണ്ടാക്കിയത് കാണിക്കണ്ടേ. അങ്ങനെ വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചുട്ടിന് ഇഷമോളും കുറച്ച് ചെമ്പരത്തി പൂ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വെള്ളം തിളപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി പൂ കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് ചെമ്പരത്തി കൊണ്ട് വെള്ളം തിളപ്പിക്കാം. അവർക്ക് ചെമ്പരത്തി വെള്ളം കുടിക്കാനത്രേ. ചെമ്പരത്തി വെള്ളം കുടിക്കുന്നത് നല്ലതാട്ടാ. ഡെയിലി ഇത് നമ്മൾ ചെമ്പരത്തി വെള്ളം കുടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണ്. കേട്ടാ, ബീഫ് കിട്ടിയേക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചതൊന്നല്ല കേട്ടോ, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ബീഫ്. അപ്പം ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക, കറി വെക്കണം. അപ്പം ഐസൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലാക്കി വെച്ചേക്കുക. ഇങ്ങനെ വെക്കണം. ഒന്ന് തിളച്ച വെള്ളമൊക്കെ കഴിയുമാവും. ഞാൻ വെക്കേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിന്റെ വെള്ളത്തിന്റെ കളർ കണ്ട
നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് ഇനി ഇവിടെ ഇഷമോളും ആച്ചൂട്ടനും ഇന്ന് കുടിക്കും ഇല്ലേ? ആ, ഇന്ന് ചെമ്പരത്തി വെള്ളം മാത്രമാണ് ഇഷമോള് കുടിക്കുള്ളൂ അല്ലേ ഇഷമോളെ? നുണക്കുഴിക്കാരത്തി നല്ലോണം നുണ പറയിട്ടാ, കണ്ട നുണക്കുഴി കണ്ട. നുണച്ചിപ്പാറ ആയ കാരണം നല്ലോണം നുണ പറയണ കാരണമാണ് നുണക്കുഴി വരുന്നത് അല്ലേ? പാറുമുഖ എന്ത് മുഖ? എന്താ പാറു? ഒരു പാട്ട് പാടിയേ. ഞാനൊരു പരിപാടി ഇതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ. പാലകം പൂത്തില്ലേ, എനിക്ക് ആശയം പൂത്തില്ലേ, ഒന്ന് കാണാൻ കേറിയതാ. അപ്പുറത്തെ വീട്ടിൽ സുഹൃത്തിന്റെ ഭാര്യയുടെ ചോര കുടിച്ചു ഇന്നത്തെ ആരും പാടി ഇറക്കാൻ ആരുമില്ല, തനിച്ചാണ്. അത് കേട്ട് മനസ്സറിഞ്ഞിതു വഴി വന്നതാണ്. അപ്പുറത്തെ വീട്ടിൽ സുഗുണന്റെ ഭാര്യയുടെ ചോര കുടിക്കാൻ വന്നോന്ന്? എന്തൊക്കെ പാടുന്നു പെണ്ണെ. ഇറച്ചി നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ നന്നായി കഴുകിയിട്ട് ഇതുപോലെ കുക്കറിലിട്ടിട്ട് എന്താ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കട്ടെ. ഇനി ഇത് കഷ്ണാക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി വേവിക്കൂട്ടാ. കുക്കറിലിട്ടിട്ട് നമ്മൾ തക്കാളി സവോളൊക്കെ വാട്ടുമ്പോൾ ഒന്നുകൂടി വേവിക്കും. അപ്പോൾ ആ കുക്കർ നമ്മൾ വേവിച്ച് കുക്കർ തന്നെയാണ്, അതിലേക്ക് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേ നാളായിട്ടാ കേട്ടാ. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വിസിൽ വരുത്താം. അപ്പോൾ ഒരു 1-2 വിസിൽ വരുത്തി കഴിഞ്ഞാൽ തക്കാളി സവോളൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാലേ അപ്പോൾ അങ്ങനെ കുഴഞ്ഞ് കിട്ടും. കുറേ നേരിട്ട് വാട്ടണ്ട, ഗ്യാസ് എപ്പോഴാണ് കഴിയുകയെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വിസിലാക്കാം. ഞാൻ ഇറച്ചി വേവിച്ച കുക്കർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മൂടിയുടെ മുകളിലൊക്കെ അതിൻ്റെ നെയ്യുണ്ട്. എന്താ മൂടി കഴുകാറില്ലേ എന്നൊന്നും ഞാനും ചോദിക്കരുത്. അപ്പോൾ ഇത് വിസിൽ വരട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് ഇറച്ചിയൊക്കെ ഇങ്ങനെ കഷ്ണാക്കി എടുക്കാം. ചൂടാറിയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ഇറച്ചി ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, കുറേ സമയം നമ്മൾ പച്ചിറച്ചി നുറുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൂലേ, ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നുറുക്കി കഴിയട്ടെ. ഒരാളുടെ സഹായം വേണ്ട, ഒന്നും വേണ്ട. ഇറച്ചി നന്നായിട്ട് കഴുകണം. നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം വാലാനായിട്ട് വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്യലും കഴിയും. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും കറി വെക്കാം. എന്താ സവോളി തക്കാളിയൊക്കെ അങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടാം. ആകെ കൂടി ഒരു മിസ്റ്റേക്ക് ഉള്ളൂ, കറിവേപ്പില ഇല്ല, മല്ലിയില ഇല്ല. അത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് സൂപ്പർ ആവുള്ളൂ. പക്ഷെ അതില്ല, എന്താ ചെയ്യാം. വാങ്ങാൻ പോവാ, അവിടെ കുഞ്ഞുമില്ല. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് പോവണ്ടേ? ചെയ്യാം. നീ പോവും. എന്നിട്ട് വല്ല നായനെയും കണ്ട പേടിച്ചിട്ട് ഒരാള് മുഖത്തേക്ക് തുറച്ചു നോക്കി കഴിഞ്ഞാൽ പേടിക്കണ ആച്ചൂട്ടനാണ്. ഞാൻ പോവാന്ന് പറയുന്നത്. ഞാനല്ല, ഞാൻ തുറച്ചു നോക്കി എന്തിനാ പേടിക്കണേ? ഞാൻ എൻ്റെ ഉമ്മല്ലേ. വേറെ ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ നോക്കി പേടിക്കൂലേ? അതാ പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്താ ഇട്ടുണ്ടായിരുന്നു, പെരിഞ്ചീരകം ഒക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് ആട്ടോ. ഇതും കൂടി ഇരിക്കിട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നല്ലൊരു മണം വരും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവോളയിലേക്കും തക്കാളിയിലേക്കും ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം അല്ലേ. ആ മണം കേട്ടാൽ നമുക്കറിയാം എവിടെയോ ഇറച്ചിക്കറി വെക്കുന്നുണ്ട് അല്ലേ. അപ്പം നന്നായിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതാ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മല്ലിപ്പൊടി കേട്ടോ. ഈ 3 പൊടികളാണല്ലോ നമ്മൾ ചേർക്കുക. പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി ഉണ്ട്, അത് നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർക്കും. ഞാൻ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർക്കില്ല. ബീഫ് മസാലയുടെ പൊടി, പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാലപ്പൊടി ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്.
ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഞാൻ ആ വെള്ളം കാണിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണത്. അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതിനെ ഇറച്ചീനെ ഒന്നും കൂടി വേവിച്ചെടുക്കാനും. ഇറച്ചിയിലേക്ക് നല്ലോണം എരിവൊക്കെ പിടിക്കണ്ടേ, അപ്പോൾ അത് വേറിട്ടിട്ട് തിളപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് വരും. ഇറച്ചിക്ക് ഒന്നും കൂടി വേവാണ്ട് ഒന്നും കൂടിയൊക്കെ വെന്ത് നല്ല കുട്ടപ്പനായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. നാളെ നല്ലൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പം നാളെ വരാം. ഓക്കെ.